അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണ്, അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സ് എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ കുറേ പേര് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. കുറച്ച് പേരുടെയെങ്കിലും ഇവിടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കുറച്ചൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതും അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സെപ്പറേഷൻ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് കുറേയധികം നാളായിട്ടുണ്ടായിരിക്കാം. നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് തളർന്നിരിക്കുന്ന ഒരു എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ കുറേ പേർക്കെങ്കിലും ഒരുപാട് കാര്യത്തിൽ ആൻസർ കിട്ടാണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട്. അതിനൊന്നും തന്നെ ഒരു ഉത്തരം ഇല്ലാത്തൊരു അവസ്ഥയായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ 9 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി നോക്കുകയാണെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് കുറേ പേരുടെയെങ്കിലും ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കുറേ കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പേഴ്സണായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഭയങ്കര ഒരു കെയറിങ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര സെൻസിറ്റീവാണ്, നിങ്ങൾ ഭയങ്കരമായിട്ട് ഈ ഒരു പേഴ്സണെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ തന്നെ ഈ ഒരു വ്യക്തിക്ക് അറിയാമെങ്കിലും പലപ്പോഴും എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത പോലെ ഇവർ ബിഹേവ് ചെയ്യുന്നുണ്ട്. അത് പലപ്പോഴും അവർ ഈ ഒരു മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിൽ കുറേ കൂടി ഇങ്ങനെ ഒരു കണ്ണ് മഞ്ഞളിച്ച് പോകുന്ന രീതിയിൽ അങ്ങനെ കുറേ കൂടി ഇങ്ങനെ എപ്പോഴും ഫിനാൻഷ്യലി കുറേ കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പൊസിഷൻ വേണം എന്നിങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവർ പക്ഷേ അത്രത്തോളം തീരെ ഒരു ഫിനാൻഷ്യലി തീരെ ഒരു ലോ ലെവലിലുള്ള ഒരു പേഴ്സണുമായിട്ടും ഇവിടെ ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഇവർക്ക് എന്തുകൊണ്ടോ ക്യാഷിനോട് കുറേ കൂടി ഒരു ഇമ്പോർട്ടൻസ് ആണ്. അവർ എത്ര കയ്യിൽ ക്യാഷ് വന്നിട്ടുണ്ടെങ്കിലും ഒന്നുമില്ല ഇല്ല എന്ന് പറയുന്ന ഒരു പ്രകൃതമാണ് കുറച്ച് പേരുടെയെങ്കിലും ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ അതിൽ ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരു എനർജിയായിട്ട് കാണുന്നുണ്ട്. മേ ബി അതിൽ കൂടുതലായിട്ട് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് പോകുന്ന ഒരു ടൈമിലായിരിക്കണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്തിട്ട് ഭയങ്കരമായിട്ടൊരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കുറേ പേർക്കെങ്കിലും ഇപ്പോൾ കുറേ നാളായി, അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് മൂവ് ഓൺ ആവാം എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ കുറേ പേർക്കെങ്കിലും അത് സാധിക്കാതെ വരുന്നുണ്ട്. നിങ്ങൾക്ക് അത് പറ്റുന്നില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾ തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും ഈ റിലേഷൻഷിപ്പിന് സ്ട്രെങ്ത് കൊടുക്കാനായിട്ട് തയ്യാറെടുക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ടു ഓഫ് സ്വാർഡ്സിൻ്റെ എനർജിയൊക്കെ കാണിച്ചു തരുന്ന പോലെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്, ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഓക്കെ ആയിട്ടുള്ളൊരു അവസ്ഥയല്ല. കംപ്ലീറ്റ് ആയിട്ടും അവർക്ക് എന്ത് ചെയ്താലും അവരിപ്പോൾ പരാജയപ്പെട്ടിട്ട് അതിൽ നിന്നും എങ്ങനെ ഓവർകം ചെയ്യാൻ എന്ന് പോലും അങ്ങനെ അറിയാതെ നിൽക്കുന്നൊരവസ്ഥയില്ലേ. ഇനി എന്ത് ചെയ്തിട്ടാണ് ലൈഫ് ഒന്ന് പഴയതുപോലെയെങ്കിലും ആക്കിയെടുക്കുന്നത് എന്ന ഒരു അവസ്ഥയിൽ അവർ എത്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷനായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു തേർഡ് പാർട്ട് സിറ്റുവേഷൻ അവരുടെ ലൈഫിലുള്ളതായിട്ടും കാണുന്നുണ്ട്. ആ ഒരു തേർഡ് പാർട്ട് സിറ്റുവേഷൻ്റെ ഒരു എഫക്റ്റ് കൊണ്ട് പല കാര്യങ്ങളും പല റിയാലിറ്റി അവർക്ക് മനസ്സിലാകാതെ നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ടും കാണുന്നുണ്ട്. അവരുടെ ലൈഫിനെ ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് അവരല്ല എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. കാരണം അവരിങ്ങനെ ലൈഫ് മുന്നോട്ട് പോകുന്നുണ്ട്, പക്ഷേ അവരുടെ ഒരു തീരുമാനങ്ങൾക്ക് അനുസരിച്ചല്ല അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മറ്റു പലരുടെയും ഒരുപക്ഷെ അവർക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ ആയിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ട് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഇത് ഫോക്കസ് ചെയ്ത് അവരിങ്ങനെ പോകുന്ന ഒരു എനർജി ആയിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ക്ലാരിഫൈ ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട് അത് 5 ഓഫ് സ്വാർഡ്സും അതുപോലെ തന്നെ ഡെവിൽ കാർഡും ആയിരുന്നു. ഈ ഒരു സമയത്തും അവരവരുടെ ഒരു സിറ്റുവേഷൻ ഓർത്തിട്ട് ഭയങ്കരമായിട്ടുള്ള വിഷമത്തിലാണെന്നുള്ളൊരു എനർജിയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളെ അവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങളെ കൂടുതൽ പേരെയും ഈ ഒരു വ്യക്തി അവോയ്ഡ് ചെയ്തിട്ടുള്ളത്. അതായത് നിങ്ങൾ ഭയങ്കര ജെന്യുവൻ ആണെന്നും നിങ്ങളുടെ ഭാഗത്ത് ഒരു പെർസെൻറ്റേജ് പോലും മിസ്റ്റേക്ക് ഇല്ലെന്നും അവർക്ക് തന്നെ അറിയാം. പക്ഷെ അവർക്ക് ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് അവരുടെ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഒരു വലിയ എന്തോ കാര്യം കിട്ടും എന്നൊക്കെ കരുതിയിട്ട് നിങ്ങൾ അതിനൊരു തടസ്സമാവും എന്ന് കരുതിയപ്പോൾ മേ ബി അവരായിട്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടുണ്ടാവാം. ചിലപ്പോൾ അവർ അതിൻ്റെ ഒരു റീസൺ എന്നോണം നിങ്ങളെ ചിലപ്പോൾ പഴിചാരിയിട്ടുണ്ടാവാം. പക്ഷെ അതൊക്കെ ഓർത്തിട്ട് അവർക്കിപ്പോൾ വിഷമമുണ്ട്. പക്ഷെ എന്നാലും അവർക്ക് ഇനി എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് പോലും അറിയാതെ നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രസൻസ് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഡെബിൾ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് ആയിക്കോട്ടെ, ഒക്കെ തന്നെ ആ ഒരു പേഴ്സൺ ഈ സമയത്ത് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു എനർജി ആയിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ റീഡിങ്ങിൻ്റെ എൻഡിങ് എന്നോണം പറയുകയാണെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് തടസ്സം, ഒരു ഭയമാണ് ഉള്ളത്. അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ അരികിലേക്ക് ഇനി എങ്ങനെ വരും, അവരായിട്ട് തന്നെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോയതാണ്. സോ അതൊക്കെ കൊണ്ട് തന്നെ ഒരു പേടിയുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിനി എങ്ങനെ ഇതിനെ റിയാക്ട് ചെയ്യും എന്നുള്ളത് ഒരു ഭയമുള്ളതുപോലെ. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വേണമെന്ന് നിങ്ങൾക്ക് അതിനായിട്ട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. അവർ നിങ്ങളുടെ അരികിലേക്ക് വരുന്നതായിട്ടും അല്ലെങ്കിൽ റീയൂണിയൻ പോസിബിൾ ആവുന്നതായിട്ടും ഒക്കെ തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യുക.
രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്തോ ഒക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറേ കൂടി ബെറ്റർ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിൽ പ്രാക്ടിക്കൽ മെത്തേഡും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്ക് കമൻറ്റിലൂടെ എഴുതാവുന്നതാണ്. നിങ്ങൾക്ക് റീയൂണിയൻ പോസിബിൾ ആയതുപോലെയൊക്കെ നിങ്ങൾക്ക് കമൻറ്റിൽ എഴുതാവുന്നതാണ്. നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് താങ്ക് യു പറയാവുന്നതാണ്. താങ്ക് യു യൂണിവേഴ്സ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ പോസിറ്റീവ് എനർജീസ് ഒക്കെ ക്ലെയിം ചെയ്തുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾ എഴുതുന്നതിലൂടെയും ഒക്കെ തന്നെ നിങ്ങളുടെ ഒരു പോസിറ്റീവ് എനർജിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യാണ്ടിരിക്കുക. കഴിവതും ഈ വ്യക്തിയെ നിങ്ങൾ ചേസ് ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾ കഴിവതും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ള ക്ലൂസും കൂടി നമുക്ക് ഒന്ന് നോക്കാം. ലെറ്റർ കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ലെറ്റർ ജി കിട്ടിയിട്ടുണ്ടായിരുന്നു, നമ്പർ 6 ആണ് നെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, 17 എന്നുള്ളൊരു നമ്പറും കിട്ടിയിട്ടുണ്ടായിരുന്നു, ഏപ്രിൽ മന്താണ് നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത്, ബ്ലാക്ക് കളർ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ 777 എന്നുള്ളൊരു ഏഞ്ചൽ നമ്പർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നേഴ്സ് എന്നുള്ളൊരു ക്ലൂ ആണ് നെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് സോഷ്യൽ മീഡിയ എന്നുള്ളൊരു ക്ലൂ ആണ്. സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം നിങ്ങൾ കുറേ പേർക്ക് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതൊക്കെ തന്നെ. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് അബ്രോഡ് എന്നുള്ളൊരു ക്ലൂ ആണ്. ഓക്കെ, നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് 43 എന്നുള്ളൊരു നമ്പർ ആയിരുന്നു, 43. ഓക്കെ, നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് യെല്ലോ കളറാണ്, യെല്ലോ കളർ കിട്ടിയിട്ടുണ്ടായിരുന്നു, 37 എന്നുള്ളൊരു നമ്പറും കിട്ടിയിട്ടുണ്ടായിരുന്നു, വെനസ്ഡേ എന്നുള്ളൊരു ഡേ കിട്ടിയിട്ടുണ്ട്. അഡിക്ഷൻ എന്നുള്ളൊരു ക്ലൂ ആണ് നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത്. എന്തെങ്കിലും രീതിയിലുള്ളൊരു അഡിക്ഷൻ ഉണ്ടായിരിക്കും നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ, ഒരു ഗെയിം അഡിക്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഓറഞ്ച് കളറാണ്. നമ്പർ 7 കിട്ടിയിട്ടുണ്ട്, ലെറ്റർ ബി കിട്ടിയിട്ടുണ്ടായിരുന്നു, നമ്പർ 13 കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ലെറ്റർ എൽ ആണ് കിട്ടിയിട്ടുള്ളത്. ലാസ്റ്റ് ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് സോഷ്യൽ വർക്കർ എന്നുള്ളൊരു ക്ലൂ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്തിരുന്ന ക്ലൂസ് ആണ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. റീഡിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.